ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സസ്നേഹം ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം അങ്ങനെ സാധാരണഗതിയിൽ അതൊരു കാണുന്ന വിഭവമല്ല. നമ്മുടെ ഓർഡറുകളിലൊക്കെ നിങ്ങളൊക്കെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. ഒരേ സമയം ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പലതരത്തിലുള്ള സാധനങ്ങൾ, പലതരത്തിലുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വരികയാണ്. ഇത് ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന സാധനം കോമൺ ഗ്രേവി എന്നാണ് ഇതിൻ്റെ പേര്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആണ്. ആ ഗ്രേവിയുടെ കൂടുതൽ മറ്റുള്ള മസാലകളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ അത് വേറെ ഒരു വിഭവമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഉണ്ടാക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കോമൺ ഗ്രേവിയാണ് നിങ്ങളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഐസ് ക്യൂബ് ട്രേയിൽ ഇത് നിറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞതായി കഴിയുമ്പോൾ നമ്മുടെ എന്തെങ്കിലും കൊണ്ട് ഇതിങ്ങനെ ഇളക്കിയെടുത്തിട്ട് 1, 2, 3 ക്യൂബ് നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കുമ്പോൾ ഇതാക്കാൻ പറ്റില്ല. ഇത് ഫ്രീസ് ആവാത്തത് കൊണ്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഞാൻ 2 പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 സവാള വഴറ്റും, 1 തക്കാളി പച്ചമുളക് വഴറ്റും. അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഇതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതൊരു പേസ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 കശുവണ്ടിയുണ്ട്. പിന്നെ ഒരു 1/2 ബൗൾ വാട്ടർമെലൺ സീഡ്, നമ്മുടെ തണ്ണിമത്തൻ്റെ സീഡാണ്. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ കഷ്കഷ്, അത് നമ്മുടെ സീഡാണ്, പോപ്പി സീഡ്സ് എന്ന് പറയുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? 10 കശുവണ്ടിയുണ്ട്, പിന്നെ 1/2 ബൗൾ വാട്ടർമെലൺ സീഡുണ്ട്, പിന്നെ കഷ്കഷുണ്ട്. പിന്നെ നമ്മൾ ഇത് നമ്മുടെ ഗാർലിക് പേസ്റ്റുണ്ട്, ജിഞ്ചർ പേസ്റ്റുണ്ട്. ഇനി അടുത്തതായിട്ട് 1/2 കിലോ സവാളയുണ്ട്. 1/2 കിലോ സവാള നമ്മൾ വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ അരച്ചു മാറ്റും. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് 1/2 കിലോ തക്കാളിയാണ്. തക്കാളി 4 പച്ചമുളകുമാണ്. ഇതുമാതിരി അരച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് അരക്കും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ ബേ ലീവ്സ് ഇടും, കറുവാപ്പട്ട, ഗ്രാമ്പു, 4 ഏലക്കായുണ്ട്, 4 ഗ്രാമ്പൂ ഉണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് കാർഡമോ എന്ന് പറയും, ബ്ലാക്ക് കാർഡമോ, ബിഗ് കാർഡമോ, ബഡാ ഇലാച്ചി എന്ന് ഹിന്ദി പറയും. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയുണ്ട്, പിന്നെ ജീരകമുണ്ട്, റോസ്റ്റ് ചെയ്ത് ജീരകപ്പൊടിയുണ്ട്. ഇത്ര ഐറ്റങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുക്കിംഗ് തുടങ്ങാം. എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായത് കാരണം സൺഫ്ലവർ ഓയിലാണ്. ഇനി സവാള നമുക്കിതിൽ വഴറ്റാം. കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതുണ്ട് നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റേ പാനിൽ തക്കാളി നമുക്ക് വഴറ്റാം. സമയലാഭത്തിന് വേണ്ടി ഒന്നിച്ച് തന്നെ ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. തക്കാളി മെൽറ്റാവാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ശരിക്കും നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് വരിക. പക്ഷേ നമുക്കിപ്പോൾ സാധിക്കാത്ത കാരണം നമ്മൾ മിക്സി തന്നെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമുക്കൊന്ന് ഇതാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാള വഴുതു തുടങ്ങി, ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയും മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത്
നമുക്ക് 2 ഐറ്റം കൂടെ ചേർക്കാം. ഒന്ന് ഗാർലിക് പേസ്റ്റാണ്. ഗാർലിക് പേസ്റ്റായിട്ടോ ഗാർലിക് ചോപ്പ് ചെയ്തോ ഒക്കെ നമുക്കിടാം, കുഴപ്പമൊന്നുമില്ല. പേസ്റ്റായി ഇനി ജിഞ്ചർ പേസ്റ്റാണ് ഇടുന്നത്. ജിഞ്ചർ പേസ്റ്റ് 25 ഗ്രാം വെച്ചിട്ടാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അര കിലോ കണക്കിന് 1/2 കിലോ സവാള, 1/2 കിലോ തക്കാളി, 25 ഗ്രാം ജിഞ്ചർ, 25 ഗ്രാം ഗാർലിക്. ഇത് നമ്മൾ വലുതായിട്ട് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതിന് ഡബിൾ ആക്കിയാൽ മതി. അതനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് കൂട്ടിയാൽ മതി. ആവുന്നുണ്ട്. ഫ്ലെയിം കൂട്ടിയിട്ടു. സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു 1/2 കിലോ ഗ്രേവിയുടെ കണക്കിന് ഉണ്ടാക്കിയാൽ മതി. ഇനി കൂടുതൽ അംഗങ്ങളുള്ള വീടാണെങ്കിൽ 1 കിലോയുടെ ഉണ്ടാക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ മതി. ഇനി ഇത് നമുക്ക് ഒരുവിധം ബ്രൗൺ ആയി കഴിഞ്ഞ് നിർത്താം. ഒന്ന് തണുക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ തക്കാളി ഏകദേശം ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ നിർത്താം. ഇതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സവാള വഴറ്റി ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ചൂടുണ്ട്, പക്ഷെ അതനുസരിച്ച് നമ്മളിതിൽ ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട്. ഐസ് ക്യൂബ് ചേർത്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുക. ഇനി നമുക്ക് തക്കാളിയാണ്. തക്കാളി വഴറ്റി വെച്ചത് ഇനി നമുക്ക് ചേർക്കാം. ഐസ് ക്യൂബ് ചേർക്കണം. പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതിന് ഗ്രേവിയുടെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. കുറച്ച് എണ്ണ ഒഴിക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മൾ ബേ ലീവ്സ് ഇടുകയാണ്. ഇതൊരു 3 എണ്ണം ഇട്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ വഴറ്റി കഴിയുമ്പോൾ ഇത് പുറത്തെടുത്ത് മാറ്റണം. ഇത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പുറത്തെടുത്ത് മാറ്റേണ്ടതുണ്ട്. മൂത്ത് വരുന്നു. ഒരു 2 കഷ്ണം കറുവാപ്പട്ട ഇടുന്നുണ്ട്. മതി.
പിന്നെ ഗ്രീൻ കാർഡമം, പച്ച ഏലക്ക, പിന്നെ നമ്മുടെ ബ്ലാക്ക് കാർഡമാണ്. അതിൻ്റെ തൊലി പൊട്ടിച്ചിടുന്നതാണ് നല്ലത്. തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. ഒരു 4 ഗ്രാമ്പൂ ഉണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കാം. നമുക്കിത് ജീരകം, 1 ടീസ്പൂൺ ജീരകം ചേർക്കേണ്ടതുണ്ട്. ഇനി റോസ്റ്റഡ് ജീര പൊടി, ജീരകം റോസ്റ്റ് ചെയ്ത് ഇട്ടുള്ളതാണ് ആ പൊടി. ുമ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് ഈ മസാലകളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ സവാള പേസ്റ്റാണ്. ഫ്ലെയിം കൂട്ടി വെക്കാം. അതിന് പുറകെ നമ്മൾ തക്കാളി പേസ്റ്റും ചേർക്കുന്നു. ഇനി നമുക്ക് ചേർക്കാനുള്ള കാഷ്യൂ, വാട്ടർമെലൺ സീഡ്സ്, മെലൺ സീഡ് ചേർക്കണം. അത് ഗ്രൈൻഡ് ചെയ്ത് ചേർക്കാം. പഞ്ചസാര ചേർത്തേക്കാം. ഒരു ടീസ്പൂൺ, 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് അങ്ങനെ കാര്യമായിട്ട് നോക്കണമെന്നില്ല, നോർമലായിട്ട് ഉപ്പ് മതി. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിൽ നമ്മൾ ഉപ്പ് വേറെ ചേർക്കില്ല. നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഐസ് ഈ ട്രെയിലേക്ക് മാറ്റാം. എന്നിട്ട് ഫ്രീസർ വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ മാറ്റാവുള്ളൂ. തൽക്കാലം ഇത് ഇവിടെ സൈഡിലിരിക്കട്ടെ. നമ്മൾ ഇത് ചേർത്തിട്ട് നമ്മൾ ഇന്നൊരു വിഭവം കാണിക്കുന്നുണ്ട്. സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ നമ്മൾ ഈ ഗ്രേവി കൊണ്ടൊരു കറി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പേരാണ് മട്ടർ പനീർ. അപ്പോൾ മട്ടറുണ്ട് ഇവിടെ, ഇത് വേവിച്ചതാണ്. അപ്പോൾ ഇതാണ്, ഇത് പനീറാണ്. ഈ പനീർ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അല്പം മുളക് പൊടി ഇതിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം, ഒന്ന് കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. നിർബന്ധമില്ല, നമുക്കിത് മാറ്റിയാൽ മതിയെന്ന് തോന്നുന്നു. അതിങ്ങനെ അത് വറുത്ത് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകില്ല, നല്ല ബലമായിട്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
ഞാനിത് വറുത്ത് മാറ്റുന്നില്ല, ഇതിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസാണ് ഇത്, നമ്മുടെ ഗ്രീൻ പീസ് ഫ്രീസ് ചെയ്തതാണ്. അതിനെ പുറത്തെടുത്തിട്ട് അതിനെ ഞാൻ വേവിച്ചെടുത്തതാണ്. അധികം വേവൊന്നും വേണ്ട, വേവിച്ചെടുത്തു. ഇതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സവാളയൊക്കെ വേറെ നമ്മൾ വഴറ്റി ചേർക്കാം, പക്ഷേ അത് ആവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഈ കറി എത്ര പെട്ടെന്ന് ഉണ്ടാകും നിങ്ങൾ നോക്കിക്കോളൂ. ഇനിയിപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിനകത്ത് ഈ ഗ്രേവിയാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ഗ്രേവിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതൊരു ഇതിലെല്ലാം ഉണ്ട്. ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല, മുളക് മല്ലി മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കല്പം എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടെ മുളക് പൊടിയോ ഒക്കെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പം ഗ്രേവിയോടെ ചേർക്കാം. നമ്മൾ ചോറിനേക്കാളൊക്കെ നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കിത് കഴിക്കാം. ഈ കറി വളരെ ഉത്തമമാണ്. പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജോലിയുള്ളവരും തിരക്കുള്ളവരും വളരെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഈ ഫ്രീസറിലിരിക്കുന്ന ഒരു ഐസ് ക്യൂബ് ട്രേക്ക് എടുക്കുക, ഒരു 2-3 കട്ട അതിൽ നിന്ന് തട്ടിയെടുക്കുക, ഇതേപോലെ ആക്കിയെടുക്കുക, അതിൽ ചേർക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള സബ്ജി വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട, വളരെ പെട്ടെന്ന് കറിയായി, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ആയി കഴിഞ്ഞു. ഉപ്പൊക്കെ ഗ്രേവിക്കകത്തുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് ചേർക്കണമെന്നില്ല തോന്നുന്നു, എങ്കിലും ഒന്ന് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്, വേറെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അത് ഈ ഗ്രേവി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രേവിക്കകത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഐറ്റം റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. നമ്മളൊന്ന് പ്ലേറ്റ് ചെയ്യുകയാണ്. ഇത് ഇന്ന് ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായതാണ് ഈ സബ്ജി, ഈ കറി. അപ്പം നമുക്ക് ഏകദേശം തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലൊന്ന് നിറയ്ക്കാം, ഈ ഐസ് ക്യൂബ് ട്രേയിലൊന്ന് നിറയ്ക്കാം. എന്നിട്ട് ഇത് ഫ്രീസറിൽ വയ്ക്കണം. അങ്ങനെ നമ്മുടെ ഗ്രേവിയും ഒരു കറിയും ആയിക്കഴിഞ്ഞു. ഇത് നിറച്ചതിന് ശേഷം പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ലെവലായിക്കോളും. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ നിന്ന് ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ തട്ടിയെടുക്കുക. അതിന് ഇത് കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മട്ടർ പനീർ സബ്ജി എന്ന് പറയും, കറിയാണ് മട്ടർ പനീർ. പിന്നെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ മോഡേൺ വീടുകളിൽ ഇത് എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കുക. കാരണം ഇത് നിങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുക്കള ജോലികളൊക്കെ വളരെ എളുപ്പമാവും, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇതുകൊണ്ട് മീറ്റ് ഐറ്റം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം മീറ്റ് ഐറ്റത്തിന് ഇത് അത്ര ഗ്രേവി പറ്റുന്നില്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ടേസ്റ്റ് പിടിക്കുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പച്ചക്കറിക്കാണ് ഏറ്റവും മെയിനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ഇവിടുത്തെ സ്റ്റൈലിൽ തേങ്ങ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഗ്രേവി. തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് അധികം നാൾ ഇരിക്കില്ല, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കേടാവില്ല, കാരണം തേങ്ങയല്ല അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ ഈ ഐറ്റം, നമ്മുടെ ഈ റെസിപ്പി ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങളോട് ഇവിടെ ചൊല്ലുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.